ഇവിടുത്തെ ദേശവിളക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ദിവസം ലേറ്റായി പോയി. നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അമ്മയ്ക്കൊന്നും വരാൻ പറ്റുന്ന സാഹചര്യമായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഞാനും വിജയനും കൂടെ പോയിട്ട് അമ്പലത്തിൽ തൊഴുതു. നല്ല രസമാണ് കേട്ടോ ഈ സമയം അമ്പലം കാണാനായിട്ട്. അലങ്കരിച്ചിരുന്നതും ശാസ്താവിനെയും കാണാനൊരു പ്രത്യേക ചൈതന്യവും ഒരു പ്രത്യേക ഭംഗിയാണ്. കാണണം വന്നിട്ട്, എന്നാലും അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിണ്ടിയമ്പലമൊക്കെ കണ്ട് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിണ്ടിയമ്പലം. അപ്പോൾ ഇവിടെ 3 ദിവസമായിട്ട് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കതൊന്ന് വീഡിയോ എടുക്കാൻ വരാൻ പറ്റുന്നുണ്ടായിരുന്നു, കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ നമ്മുടെ ശ്രീനാഥ് ശിവശങ്കറിൻ്റെ ഗാനമേളയായിരുന്നു. അപ്പോൾ കുറേ നേരം അതൊക്കെ കണ്ടു നിന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ എഴുന്നള്ളിപ്പ് കാണാനായിട്ട് പോയിട്ട് പിന്നെ അധികം നേരത്തെ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അധികം നേരം നിന്നില്ല. കുറേ നേരം കുറച്ച് നേരമൊക്കെ കണ്ടു നിന്നതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകുന്നു. ഞാൻ എന്നിട്ട് വീട്ടിലെത്തി കുറച്ച് നേരം കിടന്നും ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറ വയ്ക്കാനുണ്ടായിരുന്നു. എഴുന്നള്ളിപ്പ് ഇങ്ങോട്ട് എത്തി അമ്പലത്തിലെത്തിയപ്പോൾ നമ്മൾ പറ വയ്ക്കാനായിട്ട്. ഇപ്രാവശ്യത്തെ വിളക്കാണെങ്കിൽ നല്ല ഭംഗിയുള്ള വിളക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ നമ്മൾ ഫുൾ വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം റിലേറ്റഡ് വീഡിയോയിൽ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കാം ഏതാ ഭംഗിയെന്ന് വെച്ചൊന്ന് പറയണം കേട്ടോ. പിന്നെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വീട്ടിൽ അധികം ഗസ്റ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വീട്ടിലൊന്നും തന്നെ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സാമ്പാർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഞാനിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയും ഇവിടെ തന്നെയാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഈ പ്രാവശ്യത്തെ വിളക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കണം കേട്ടോ.